ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിസിൽ. IPL 2025 ഇന്ന് നടക്കാൻ പോകുന്ന മത്സരത്തിൽ ലക്നൗ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടുകയാണ്. ലക്നൗ സൂപ്പർ ജയന്റ്സിന്റെ ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള ലക്നൌവിലെ ഏക്ന സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കാൻ പോകുന്നത്. രണ്ട് മത്സരങ്ങൾ പൂർത്തിയാക്കിയപ്പോൾ ലക്നൗ സൂപ്പർ ജയന്റ്സ് ഒരു മത്സരത്തിൽ ജയിക്കുകയും മറ്റൊരു മത്സരത്തിൽ പരാജയപ്പെടുകയും ചെയ്തു. പഞ്ചാബ് കിങ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു മത്സരം മാത്രമാണ് കളിച്ചിട്ടുള്ളത്. അതിൽ ജയിക്കാനായിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്തു. പഞ്ചാബ് കിങ്സ് മാത്രമാണ് ഒരു മത്സരം കളിച്ചിട്ടുള്ളത്. മറ്റുള്ള എല്ലാ ടീമുകളും 2-3 മത്സരങ്ങൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇന്നത്തെ ഒരു മത്സരം എന്ന് പറയുന്നത് പഞ്ചാബ് കിങ്സ് എന്ന് പറയുന്നത് ഒരു പുതിയ ഒരു ടീമാണ് എന്ന് നമുക്കറിയാം. അവരുടെ സപ്പോർട്ട് സ്റ്റാഫ് ആയിക്കോട്ടെ, കോച്ച് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ ക്യാപ്റ്റൻ ആയിക്കോട്ടെ, എല്ലാവരും തന്നെ പുതിയതാണ്. ഒരു നല്ല ടീമിനെ സെറ്റ് ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചിരിക്കുന്നു. ലക്നൗ സൂപ്പർ ജയന്റ്സ് നല്ല ക്ലോസ് ആയിട്ടുള്ള ഒരു മത്സരത്തിൽ ആദ്യത്തെ മത്സരത്തിൽ പരാജയപ്പെട്ടെങ്കിൽ രണ്ടാമത്തെ മത്സരത്തിൽ വളരെ ഈസി ആയിട്ട് അവർ ജയിക്കുകയായിരുന്നു. ഏതായാലും ഇന്നത്തെ മത്സരം നടക്കാൻ പോകുന്നത് ഏകന സ്റ്റേഡിയത്തിലാണ് എന്ന് ഞാൻ പറഞ്ഞു. ആ മത്സരത്തിലെ ഒരു പിച്ച് എന്ന് പറയുന്നത് ഒരുപാട് ബാറ്റിങ്ങിന് അനുകൂലമായിട്ടുള്ള ഒരു പിച്ചല്ല. ഒരു 180 അല്ലെങ്കിൽ 190 എന്നൊക്കെ പറയുന്നതാണ് അവിടുത്തെ ഒരു പാർ സ്കോർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ 180-190 ഒരു പാർ സ്കോർ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് റൺസ് ആയിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കില്ല. കാരണം നമുക്കറിയാം IPL പല മത്സരങ്ങളിലും 200-250 ഒക്കെ റൺസ് നേടുന്നത് കാണുന്നത് കൊണ്ട് തന്നെ 180 എന്ന് പറയുന്ന ഒരു പാർ സ്കോർ എന്ന് പറയുമ്പോൾ ഒരു വലിയ സ്കോറായിട്ട് നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ എസ്പെഷ്യലി IPL നമുക്കത് കാണാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. കുറച്ചൊരു സ്റ്റിക്കി ആയിട്ടുള്ള വിക്കറ്റ് ആണ് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ ഏകന സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ അവിടെ നടന്ന വിമൻസ് പ്രീമിയർ ലീഗ്, അതായത് WPL എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യൻ വിമൻസ് പ്രീമിയർ ലീഗിൽ പല മത്സരങ്ങളിലും ഹൈ സ്കോറിംഗ് ആയിട്ടുള്ള മാച്ചുകളായിരുന്നു. നല്ല പിച്ചായിരുന്നു അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയുള്ള പിച്ചാണ് ക്യൂരേറ്റർ ഒരുക്കാൻ പോകുന്നത്, ആ പിച്ച് റിപ്പോർട്ട് വരുന്ന സമയത്ത് മാത്രമേ നമുക്ക് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ പ്രിഡോമിനൻ്റ്ലി അവിടുത്തെ പിച്ചിന്റെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് കുറച്ച് സ്റ്റിക്കി ആയിട്ടുള്ള വിക്കറ്റാണ്. നമ്മൾ കഴിഞ്ഞ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിന്റെ മത്സരത്തിൽ നമ്മൾ പറഞ്ഞു വാങ്കഡെ സ്റ്റേഡിയം എന്ന് പറയുന്നത് ഇനീഷ്യലി ആ ഒരു പവർ പ്ലേയിൽ ബോൾ നന്നായിട്ട് സ്വിംഗ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു പിച്ചാണ് എന്ന് പറഞ്ഞിരുന്നു. ഇവിടെയും അതുപോലെ തന്നെയാണ്. ഇനീഷ്യലി നല്ലപോലെ ബോൾ സ്വിംഗ് ചെയ്യുകയും ഒപ്പം തന്നെ ഫാസ്റ്റ് ബോളർമാർക്ക് നല്ല ലിഫ്റ്റ് കിട്ടുകയും ചെയ്യുന്ന പിച്ചാണ് ഏകന സ്റ്റേഡിയത്തിൽ. അതുകൊണ്ട് തന്നെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് സെയിം ആണ്. ആദ്യത്തെ 6 ഓവറിൽ വലിയ വിക്കറ്റ് നഷ്ടമൊന്നും കൂടാതെ ഒരു 45 റൺസോ 50 റൺസോ ഒക്കെ നേടാനായി കഴിഞ്ഞാൽ വലിയ സ്കോറിലേക്ക് പോകാനായിട്ട് സാധിക്കും. അവസാനത്തെ ഓവറുകളിലേക്കൊക്കെ എത്തുമ്പോൾ വലിയ സ്കോർ നേടാനായിട്ട് സാധിക്കും. പക്ഷേ ഇനീഷ്യലി ഇന്നലെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് പറ്റിയതുപോലെ വിക്കറ്റ് നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ പിന്നെ മത്സരത്തിലേക്ക് തിരിച്ചു വരിക എന്ന് പറയുന്നത് ഒട്ടും തന്നെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളതാണ്. ഇനി നമ്മൾ രണ്ട് ടീമുകളുടെയും ഒരു പ്രോബബിൾ 11 പരിശോധിക്കുകയാണെങ്കിൽ ലക്നൗ സൂപ്പർ ജയന്റ്സിന്റെ ലെവലിലേക്ക് പോകുമ്പോൾ മിച്ചൽ മാർഷ് നല്ല ഫോമിലാണ്. അദ്ദേഹം കഴിഞ്ഞ 2 മത്സരങ്ങളിലും നല്ല പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. അദ്ദേഹമായിരിക്കും ആ ഓപ്പണിംഗ് സ്ലോട്ടിൽ ഉണ്ടാവുക. ഓപ്പണിംഗ് സ്ലോട്ടിൽ അദ്ദേഹത്തിന് കൂടെ ഉണ്ടാവുക എയ്ഡൻ മാർക്രമാണ്. 2 മത്സരങ്ങളിലും ഒന്നും തന്നെ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. ഒരു ഔട്ട് ഓഫ് ഫോം ആയി നിൽക്കുന്ന താരമാണ് എയ്ഡൻ മാർക്രം. അദ്ദേഹം തന്നെ ആയിരിക്കും ഈ മത്സരത്തിലും ഉണ്ടാവുക എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. 1 ഡൗൺ പൊസിഷനിലേക്ക് വരുമ്പോൾ നിക്കലസ് പൂരൻ ഈ ഒരു IPL ഇപ്പോൾ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള പെർഫോമൻസുകൾ കാഴ്ചവെച്ച് നിൽക്കുകയാണ്. ആദ്യ മത്സരത്തിൽ 75 റൺസും രണ്ടാമത്തെ മത്സരത്തിൽ 70 റൺസും നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു പൊസിഷനിൽ അദ്ദേഹമായിരിക്കും. നമ്പർ 4 പൊസിഷനിലേക്ക് വരുമ്പോൾ ക്യാപ്റ്റനായിട്ടുള്ള ഋഷഭ് പന്ത് ആയിരിക്കും. നല്ല പ്രകടനങ്ങളൊന്നും അദ്ദേഹത്തിന് ഈ 2 മത്സരത്തിലും കാഴ്ചവെക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഈ ഒരു മത്സരത്തിൽ അദ്ദേഹം തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്പർ 5 പൊസിഷനിലേക്ക് വരുമ്പോൾ ഡേവിഡ് മില്ലറാണ്. മറ്റൊരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് ഡേവിഡ് മില്ലർ. ആദ്യ മത്സരത്തിൽ ചെറിയ ഒരു കോൺട്രിബ്യൂഷൻ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വന്നിരുന്നു. നമ്പർ 6 പൊസിഷനിലേക്ക് വരുമ്പോൾ ആയുഷ് ബദോനിയാണ്. ആയുഷ് ബദോനിക്കും നല്ല ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് സാധിച്ചിട്ടില്ല. നമ്പർ 7 പൊസിഷനിലേക്ക് വരുമ്പോൾ അബ്ദുൾ സമദിനെ ആയിരിക്കും അവർ ഉപയോഗിക്കാനായിട്ട് പോകുന്നത്. ആദ്യ മത്സരത്തിൽ ഷഹബാസ് അഹമ്മദിനെയാണ് ഉപയോഗിച്ചതെങ്കിൽ രണ്ടാമത്തെ മത്സരത്തിൽ അവർ അബ്ദുൾ സമദിനെ ഉപയോഗിച്ചു. കാരണം ബാറ്റിംഗിൽ കുറച്ചും കൂടെ ഒരു ഡെപ്ത് കിട്ടാനായിട്ട് അത് സഹായിക്കുമെന്നുള്ളത് കൊണ്ടാണ്. നമ്പർ 8 പൊസിഷനിലേക്ക് വരുമ്പോൾ ഷാർദുൽ താക്കൂർ ആയിരിക്കും ആ ഒരു പൊസിഷനിൽ ഉണ്ടാവുക. കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം 4 വിക്കറ്റ് കരസ്ഥമാക്കിയിരുന്നു. ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു കംബാക്ക് ആയിരുന്നു അദ്ദേഹത്തിന്റെ. കാരണം അൺസോൾഡ് ആയി പോയ ഒരു താരമാണ് ഷാർദുൽ താക്കൂർ. അദ്ദേഹം പല താരങ്ങളും പരിക്കിന്റെ പിടിയിലായപ്പോഴാണ് ഈ ടീമിലേക്ക് വന്നത്. കഴിഞ്ഞ മത്സരത്തിൽ അവരുടെ ഒരു ടോപ്പ് ക്ലാസ് ബൗളിംഗ് പ്രകടനം കാഴ്ചവെക്കാനായിട്ട് ഷാർദുൽ താക്കൂറിന് സാധിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. നമ്പർ 9 പൊസിഷനിലേക്ക് വരുമ്പോൾ രവി ബിഷ്ണോയി ആയിരിക്കും. നല്ലൊരു സ്പിന്നറാണ് എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന് ഇതുപോലെയുള്ള സ്റ്റിക്കി ആയിട്ടുള്ള പിച്ചിൽ നല്ല പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ എന്ന് പറയുന്നത്. നമ്പർ 10 പൊസിഷനിലേക്ക് വരുമ്പോൾ ദിഗ്വേഷ് സിംഗ് എന്ന് പറയുന്ന മറ്റൊരു സ്പിന്നറാണ്. അദ്ദേഹം ഒരു ലെഗ് സ്പിന്നറാണ്. അദ്ദേഹത്തിനും ഇതുപോലെയുള്ള ഒരു പിച്ചിൽ നല്ല പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.
നമ്പർ 11 പൊസിഷനിലേക്ക് വരുമ്പോൾ പ്രിൻസ് യാദവ് ആണ്. കഴിഞ്ഞ മത്സരത്തിലെ SRHുമായിട്ട് നല്ല ഒരു ബൗളിംഗ് പ്രകടനമായിരുന്നു. ഹെൻറിച്ച് ക്ലാസിനെയൊക്കെ പോലെയുള്ള ലോകോത്തര ബാറ്റർമാർക്ക് നല്ല യോർക്കറുകൾ എറിഞ്ഞുകൊണ്ട് പിടിച്ചു നിർത്താനായിട്ട് പ്രിൻസ് യാദവിന് സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ഒരു മത്സരത്തിൽ നല്ലൊരു പ്രകടനം കാഴ്ചവെക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഇനി അവരുടെ ഒരു ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ഉണ്ടാവാൻ പോകുന്നത് അവേഷ് ഖാനാണ്. അവേഷ് ഖാൻ ഒരു പരിക്കിന്റെ പിടിയിൽ നിന്ന് വന്നിരിക്കുകയാണ്. ഇതാണ് അവരുടെ ഒരു പ്രോബബിൾ 11 എന്ന് പറയുന്നത്. പഞ്ചാബ് കിങ്സിന്റെ പ്രോബബിൾ 11ലേക്ക് വരുമ്പോൾ അവർ ഒരു മത്സരം മാത്രമാണ് കളിച്ചിരിക്കുന്നത്. ആ ഒരു മത്സരത്തിൽ 240 മുകളിലുള്ള ഒരു സ്കോർ കണ്ടെത്താൻ അവർക്ക് സാധിക്കുകയും ചെയ്തിരുന്നു. അവരുടെ ഓപ്പണിംഗ് സ്ലോട്ടിൽ ഉണ്ടാവുക പ്രഭ് സിമ്രൻ സിംഗ് ആണ്. അദ്ദേഹം ഫോമിലല്ല എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന് കൂടെ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് പ്രിയാൻഷ് ആര്യ എന്ന് പറയുന്ന ഡൽഹിയിൽ നിന്നുള്ള താരമാണ്. കഴിഞ്ഞ മത്സരത്തിൽ ഒരു 47 റൺസ്, നല്ല രസമുണ്ടായിരുന്നു ബാറ്റ് ചെയ്യുന്നത് കാണാനായിട്ട്. നല്ല ഫ്ലോ ഉള്ള ഒരു ബാറ്റിംഗ് പോലെയാണ് തോന്നിയത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു നല്ല പ്രകടനം ഈ ഒരു മത്സരത്തിൽ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ നമ്പർ 3 പൊസിഷനിലേക്ക് വരുമ്പോൾ ശ്രേയസ് അയ്യർ. കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം 97 റൺസ് നേടി പുറത്താകാതെ നിൽക്കുന്ന ഒരു ബാറ്റിംഗ് പ്രകടനം നമ്മൾ കണ്ടിരുന്നു. ചാമ്പ്യൻസ് ട്രോഫിയിൽ തൊട്ട് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിലും മികച്ച പ്രകടനമാണ് ശ്രേയസ് അയ്യർ കാഴ്ചവെച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നമ്പർ 4 പൊസിഷനിലേക്ക് വരുമ്പോൾ ഓസ്ട്രേലിയൻ ഓൾറൗണ്ടർ ആയിട്ടുള്ള മാർക്കസ് സ്റ്റോയിനിസ് ആയിരിക്കും. നമ്പർ 5 പൊസിഷനിലേക്ക് വരുമ്പോൾ അവരുടെ ഒരു ഇമ്പാക്ട് താരമായിട്ടുള്ള ശശാങ്ക് സിംഗ് ആയിരിക്കും. നമ്പർ 6 പൊസിഷനിൽ ഗ്ലെൻ മാക്സ്വെൽ ആണ്. മാക്സ്വെലിന്റെ പ്രകടനമാണ് അവരെ വലയ്ക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. നമ്പർ 7 പൊസിഷനിലേക്ക് വരുമ്പോൾ അസ്മത്തുള്ള ഒമസായി എന്ന് പറയുന്ന അഫ്ഗാനിസ്ഥാന്റെ ഓൾറൗണ്ടർ ആണ്. അദ്ദേഹം മെയിൻലി ഒരു ബാറ്ററാണ്, പക്ഷെ ബോൾ ചെയ്യാനും നല്ലൊരു മീഡിയം ബേസ് എറിയാനും സാധിക്കും എന്നുള്ളതുകൊണ്ട് അദ്ദേഹം ആയിരിക്കും ആ ഒരു പൊസിഷനിലേക്ക് കളിക്കുക. നമ്പർ 8 പൊസിഷനിലേക്ക് വരുമ്പോൾ സൂര്യാൻഷ് ഹെഗ്ഡെ എന്ന് പറയുന്ന ഒരു താരം. അദ്ദേഹം ഒരു നല്ല ഒരു ഫിനിഷറാണ്, ലാസ്റ്റിൽ വന്ന് റൺസ് കണ്ടെത്താൻ പറ്റുന്ന ഒരു താരമാണ്. നമ്പർ 9 പൊസിഷനിലേക്ക് വരുമ്പോൾ മാർക്കോ യാൻസൺ. അപ് ഫ്രണ്ട് വിക്കറ്റ് എടുക്കാനും സ്വിംഗ് ചെയ്യിക്കാനും കഴിയുന്ന ഒരു ബോളർ ആയതുകൊണ്ട് ഈ കണ്ടീഷൻസിൽ അദ്ദേഹം മികച്ചൊരു ബൗളിംഗ് പ്രകടനം കാഴ്ചവെക്കും എന്ന് പ്രതീക്ഷിക്കാം. നമ്പർ 10 പൊസിഷനിലേക്ക് വരുമ്പോൾ അർഷദീപ് സിംഗ്. എഗെയിൻ അപ് ഫ്രണ്ട് വിക്കറ്റ് എടുക്കാനും നല്ലപോലെ ബോൾ സ്വിംഗ് ചെയ്യിക്കാനും പറ്റുന്ന ഒരു ബോളറാണ്. നമ്പർ 11 പൊസിഷനിലേക്ക് യുസി ചഹൽ ആയിരിക്കും. യുസി ചഹൽ പ്രധാനമായിട്ടും നമുക്കറിയാം അദ്ദേഹം ഒരു നല്ല സ്പിന്നറാണ്. ഇങ്ങനത്തെ ഒരു കണ്ടീഷൻസിൽ നല്ല ബോളിംഗ് പ്രകടനം അദ്ദേഹത്തിന് കാഴ്ചവെക്കാനായിട്ട് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ലാസ്റ്റിൽ വരുമ്പോൾ ഇമ്പാക്ട് ആയിട്ട് വൈശാഖ് വിജയകുമാർ ആയിരിക്കും. കഴിഞ്ഞ മത്സരത്തിൽ അവരുടെ വിജയത്തിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് വൈശാഖ് വിജയകുമാറിന്റെ ഒരു തന്ത്രപരമായ ബൗളിംഗ് ആയിരുന്നു. വൈഡ് ലൈൻ ചേർത്ത് അദ്ദേഹം എറിയാൻ ശ്രമിച്ചതാണ്. ആ ഒരു സമയത്ത് 13 റൺസും 14 റൺസും ഒക്കെ വേണ്ട സമയത്ത് 2-3 വൈഡ് ഒരു ഓവറിൽ പോയാലും സാരമില്ല, ഒരു 6 കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് തന്ത്രപരമായിട്ടുള്ള ഒരു നീക്കം എന്ന് പറയുന്നത്. അത് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ മത്സരം കൈപ്പിടിയിൽ ഒതുക്കാനും പഞ്ചാബ് കിങ്സിന് സാധിച്ചു എന്നുള്ളതാണ്. ഇനി രണ്ട് ടീമുകളുടെയും ഒരു സ്ട്രെങ്ത്തും വീക്ക്നെസ്സും പരിശോധിക്കാൻ പോവുകയാണ്. LSGയുടെ ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ അവരുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് മിച്ചൽ മാർഷിന്റെയും നിക്കലസ് പൂരന്റെയും ഒരു ഫോം തന്നെയാണ്. എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു ഫോമിലാണ് രണ്ടുപേരും ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ബാറ്റർമാരാണ് രണ്ടുപേരും. അതുകൊണ്ട് തന്നെ അവരുടെ ഫോം എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും വലിയൊരു ശക്തിയാണ്. അതുപോലെ തന്നെ അവരുടെ ദൗർബല്യം എന്ന് പറയുന്നത് ഋഷഭ് പന്തിന്റെയും ഏഡൻ മാർക്രമിന്റെയും ഒരു ഔട്ട് ഓഫ് ഫോം ആണ്. രണ്ടുപേർക്കും ഈ രണ്ട് മത്സരങ്ങളിലും പെർഫോം ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല. അതാണ് അവരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഷാർദുൽ താക്കൂറിന്റെ ഒരു പെർഫോമൻസ് അവർക്കൊരു മുതൽക്കൂട്ടാവുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ മത്സരത്തിൽ പുതുമുഖ താരമായിട്ടുള്ള പ്രിൻസ് യാദവിന്റെ ബോളിംഗും ഒരു അഡ്വാൻറ്റേജ് ആയി എന്നുള്ളതാണ്. ഇതാണ് LSGയുടെ ഒരു സ്ട്രെങ്ത്തും വീക്ക്നെസ്സും എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പഞ്ചാബ് കിങ്സിന്റെ ഒരു സ്ട്രെങ്ത്തും വീക്ക്നെസ്സും എന്താണ് എന്നുള്ളതാണ്. പഞ്ചാബ് കിങ്സിന്റെ ബാറ്റിംഗ് നിരയിലേക്ക് വരുമ്പോൾ അവരുടെ പ്രധാനപ്പെട്ട താരങ്ങളെല്ലാം കഴിഞ്ഞ മത്സരത്തിൽ വലിയ സ്കോറുകൾ നേടുന്നത് നമ്മൾ കണ്ടിരുന്നു. അതിൽ പ്രധാനപ്പെട്ട താരങ്ങളായിട്ടുള്ള ശ്രേയസ് അയ്യരും ശശാങ്ക് സിംഗും എല്ലാവരും തന്നെ നല്ല പ്രകടനം കാഴ്ചവെച്ചിരുന്നു. പക്ഷേ ഓപ്പണിംഗ് സ്ലോട്ടിൽ പ്രഭ് സിമ്രൻ സിംഗിന്റെ ഒരു പ്രകടനം, അദ്ദേഹം ഒരു ക്ലൂ ഇല്ലാതെ ബാറ്റ് ചെയ്തതുപോലെയാണ് കഴിഞ്ഞ മാച്ചിൽ നമുക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു ഫോം എന്ന് പറയുന്നത് ഒരു ക്രൂഷ്യലാണ്. അതുപോലെ തന്നെ മിഡിൽ ഓർഡറിലേക്ക് വരുമ്പോൾ ഗ്ലെൻ മാക്സ്വെല്ലിന്റെ ഒരു പ്രകടനം. ഗ്ലെൻ മാക്സ്വെൽ IPL നല്ല പ്രകടനങ്ങളൊന്നും തന്നെ കാഴ്ചവെക്കാറില്ല. പക്ഷേ റിക്കി പോണ്ടിങ്ങിന്റെ ഒരു കോച്ചിങ്ങിലേക്ക് വരുമ്പോൾ അദ്ദേഹം നല്ല പ്രകടനം കാഴ്ചവെക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു മത്സരം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എഴുതി തള്ളാനായിട്ട് സാധിക്കുകയില്ല. അവരുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് അവരുടെ ആ ന്യൂ ബോളിൽ സ്വിംഗ് ചെയ്യിക്കാൻ പറ്റുന്ന അർഷദീപിനെയും അതുപോലെ തന്നെ മാർക്കോ യാൻസനെയും പോലെയുള്ള ബൗളർമാരാണ് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്വിംഗിങ് കണ്ടീഷൻസിൽ അല്ലെങ്കിൽ ആ ഇനീഷ്യലി ബോൾ നന്നായിട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് വിക്കറ്റ് എടുക്കാനായിട്ട് അവർക്ക് സാധിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി അവസാനത്തെ സെഗ്മെന്റ് ആയിട്ട് നമ്മുടെ ഫാന്റസി പിക്കിലേക്ക് പോവുകയാണ്. ഫാന്റസി പിക്കിലേക്ക് പോകുമ്പോൾ ഞാൻ ആദ്യം തന്നെ മിച്ചൽ മാർഷിനെ തിരഞ്ഞെടുക്കുകയാണ്. കാരണം നല്ല ഫോമിൽ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മിച്ചൽ മാർഷ്. അതുപോലെ തന്നെ നിക്കലസ് പൂരനെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കില്ല. അദ്ദേഹത്തിനെയാണ് ഞാൻ ഇതിന്റെ ക്യാപ്റ്റനായിട്ട് ഈ ഫാന്റസി പിക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊരാളെന്ന് പറയുന്നത് ഡേവിഡ് മില്ലർ ആണ്. മിഡിൽ ഓവേഴ്സിൽ വന്നിട്ട് അല്ലെങ്കിൽ മിഡിൽ ഓർഡറിൽ വന്നിട്ട് നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്ന താരമായതുകൊണ്ട് തന്നെ ഡേവിഡ് മില്ലറിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഋഷഭ് പന്ത് ഈ മത്സരത്തിൽ പെർഫോം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഋഷഭ് പന്ത് 2 മത്സരങ്ങളിലും പെർഫോം ചെയ്തിട്ടില്ല. ഈ മത്സരത്തിൽ ഒരു നല്ല പ്രകടനം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇനി മറ്റൊരാളെന്ന് പറയുന്നത് രവി ബിഷ്ണോയി ആണ്. ഇങ്ങനത്തെ ഒരു സ്റ്റിക്കി വിക്കറ്റ് ആയതുകൊണ്ടാണ് രവി ബിഷ്ണോയിനെ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. മറ്റൊരാളെന്ന് പറയുന്നത് ദിഗ്വേഷ് സിംഗ് ആണ്. ദിഗ്വേഷ് സിംഗിനെയും ഉൾപ്പെടുത്തുന്നത് ഇതൊരു സ്പിന്നർക്ക് കൂടുതൽ
ഹെൽപ്പ് കിട്ടുന്നത് കൊണ്ട് അങ്ങനെയുള്ള ഒരു ട്രാക്ക് ആയതുകൊണ്ടാണ് ഞാൻ ദിഗ്വേജ് സിംഗിനെയും ഈ ഒരു ഫാന്റസി പിക്കിൽ ഉൾപ്പെടുത്തുന്നത്. ഇനി നമ്മൾ പഞ്ചാബ് കിങ്സിന്റെ നിരയിലേക്ക് പോകുമ്പോൾ ശ്രേയസ് അയ്യരെ ഞാൻ ഉൾപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിനെയാണ് ഞാൻ ഇതിന്റെ വൈസ് ക്യാപ്റ്റനായിട്ട് കണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മാർക്കസ് സ്റ്റോയിനിസ് 2 ബോൾ കൊണ്ടും ബാറ്റ് കൊണ്ടും എന്തെങ്കിലുമൊക്കെ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്നത് കൊണ്ട് മാർക്കസ് സ്റ്റോയിനിസിനെ ഉൾപ്പെടുത്തുകയാണ്. ശശാങ്ക് സിംഗ് നല്ല ഫോമിൽ നിൽക്കുകയാണ്, നല്ല ഒരു മൈൻഡ് സെറ്റിലാണ് അദ്ദേഹം ബാറ്റ് ചെയ്യാനായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ശശാങ്ക് സിംഗിനെയും ഉൾപ്പെടുത്തുകയാണ്. മറ്റൊരാൾ ഹർഷദീപ് സിംഗ് ആണ്. ഞാൻ പറഞ്ഞു ഇനീഷ്യലി ബോൾ സ്വിംഗ് ചെയ്യിക്കാൻ കഴിയുന്നത് കൊണ്ട് തന്നെ അപ്പ് ഫ്രണ്ട് വിക്കറ്റ് എടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ ഹർഷദീപ് സിംഗിനെയും ഞാൻ ഉൾപ്പെടുത്തുകയാണ്. പിന്നെ ഒരാൾ എന്ന് പറയുന്നത് യുസി ചഹലാണ്. എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു സ്പിന്നർ ആണ് നമുക്കറിയാം. ഈ കണ്ടീഷൻസിൽ ഡെഫിനറ്റ് ആയിട്ടും യുസി ചഹലിനെയും നമുക്ക് ഈ ഒരു ഫാന്റസി പിക്കിലേക്ക് ഉൾപ്പെടുത്തേണ്ടതാണ്. ഏതായാലും കഴിഞ്ഞ ഒരു മത്സരത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു മുംബൈയും കൊൽക്കത്തയുമായ മത്സരത്തിൽ ഒരു ആവേശകരമായ മത്സരം കാണാനായിട്ടുള്ള ഭാഗ്യം എല്ലാ ആരാധകർക്കും ഉണ്ടാവട്ടെ എന്ന്. പക്ഷേ ഒരു വൺ സൈഡഡ് ആയിട്ടുള്ള മാച്ച് ആയി പോയി. ഈ മത്സരത്തിൽ പഞ്ചാബും ലക്നോ സൂപ്പർ ജയൻസും തമ്മിലുള്ള ഒരു മത്സരം ആവേശകരമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകട്ടെ. ഒരു സ്ലൈറ്റ് എഡ്ജ് ഞാൻ പഞ്ചാബിന് കൊടുക്കുകയാണ്. കാരണം അവരുടെ ബോഡി ലാംഗ്വേജ്, ആദ്യ മത്സരത്തിൽ ഒരു വിജയം, എല്ലാം തന്നെ അവർ നല്ല രീതിയിലേക്ക് വന്നിരിക്കുകയാണ്. അവരുടെ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങൾ എല്ലാവരും തന്നെ ഫയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെ അവർക്കൊരു സ്ലൈറ്റ് അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്. ഏതായാലും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.